ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ക്യാമറയുടെ ക്ലാരിറ്റിനെ കുറിച്ചാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഒരു ദിവസം തന്നെയാണ് നമ്മൾ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോയി. എന്ന് വെച്ചാല് ലാസ്റ്റ് ഭാഗത്തായിരുന്നു കൂടുതൽ അങ്ങനെ സംഭവിച്ചത്. അതിന് മുന്നേ ചെയ്ത വീഡിയോസിലും ഇതേ രീതിയിൽ തന്നെ പറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് പറയണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരു കാര്യമില്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 വീഡിയോയും ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ വെച്ചാല് നമ്മൾ 1 മണിക്കൂറിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2.5 മണിക്കൂറിന്റെ വീഡിയോ ആവാം. എന്തായാലും ലാസ്റ്റ് ഭാഗത്താണ് കൂടുതലും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഫോൺ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല. ക്യാമറ നമുക്ക് അത്ര തെറ്റ് പറയാൻ പറ്റില്ല, എന്നാലും നല്ല വില കൂടിയ ഫോണുകൾക്ക് ഉണ്ടാവണ ഒരു ക്യാമറയുടെ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു നല്ലൊരു അവസ്ഥ അത് നമ്മുടെ ക്യാമറയ്ക്ക് അത്ര എത്തിന്ന് വരില്ല, അത്രയ്ക്കും അങ്ങോട്ട് വരില്ല അങ്ങനെ പറയാം. അപ്പൊ ഇതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് വരുന്നുണ്ട് നമ്മ വീഡിയോ എടുക്കുമ്പോ. ഇപ്പൊ റേറ്റ് കൂടിയ ഫോണുകളാകുമ്പോൾ ഇതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റിയും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നുവെച്ചാല് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറകളായിരിക്കും അതിൽ കൂടുതലും ചെയ്തേക്കുന്നതൊക്കെ. അപ്പൊ അതനുസരിച്ചുള്ള നമ്മുടെ വീഡിയോസിനും ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഫോൺ അത്രയ്ക്ക് അങ്ങോട്ട് ക്യാമറ അത്ര മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും ഇതുപോലെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം. അത് എല്ലാ വീഡിയോസും അല്ല കേട്ടോ, എല്ലാ വീഡിയോസും അല്ല. ചില വീഡിയോസിൽ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് അബ്രിവിയേഷൻസ് എടുത്തോണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയില് ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ ഇല്ലാതായിട്ടുള്ള ഒരവസ്ഥയിലേക്കായി. അതിപ്പോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ഈ പഴയ സിനിമകളൊക്കെ കാണുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവായിരിക്കും പഴയ സിനിമകളൊക്കെ. അപ്പൊ ആ ഒരു അവസ്ഥ അങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ. നമുക്ക് അങ്ങോട്ട് അത്ര താല്പര്യം ആവില്ല ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ക്യാമറയുടെ ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് പരമാവധി നമ്മളത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് അത്ര വിജയത്തിലോട്ട് എത്തുന്നില്ല എന്തായാലും. അപ്പൊ ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് എടുത്തുകൊണ്ടിരുന്ന പകുതിയാണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയൊരവസ്ഥയിലേക്കായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം 2 വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് ക്യാമറയ്ക്ക്. അപ്പൊ അതൊരു യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫോണിന്റെ ഒരു അവസ്ഥ അനുസരിച്ചാണ് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാനാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ദയവേത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്ര നമ്മൾ പറയണ് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറവുകൊണ്ട് സംഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ദയവേത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതും ഭയങ്കര കോൺസിക്വൻസിലോട്ട് നീങ്ങും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഇപ്പൊ ഒരു വീഡിയോ അല്ല കേട്ടോ, ഈ 2 വീഡിയോ അല്ല, 2 വീഡിയോ ഒരു ദിവസം എടുത്ത വീഡിയോയിലാണ് ഇപ്പൊ ഇങ്ങനെ പറ്റിയേക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഞാനത് പറയുന്നത്. ഇനി മുന്നേ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു, ആ വീഡിയോയിലും ഇതുപോലെ തന്നെ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗം വരുമ്പോ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം പറയണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു മനസ്സിൽ, അതുകൊണ്ട് പറഞ്ഞ്. അപ്പൊ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും ക്യാമറയുടെ ക്ലാരിറ്റിയുടെ കാര്യത്തിലൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ സ്നേഹത്തോടുകൂടി. ഇനി നമുക്ക് പറയാനുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ്, അത് നമുക്ക് പറയാം. ഇതിപ്പോ എന്തുമാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് ഭാഗം വരുമ്പോൾ മിക്കപ്പോഴും ക്ലാരിറ്റി പോകാനുള്ള സാധ്യത ഉണ്ട്.
അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ക്യാമറയുടെ ക്ലാരിറ്റി പോവുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ചിലപ്പോൾ സാധ്യത ഉണ്ട് പോവാനുള്ള. ഈയിടെയായിട്ട് ഇങ്ങനെ തന്നെ ഭയങ്കര വ്യത്യാസം വരുന്നൊരവസ്ഥയാണ് ക്ലാരിറ്റിയിൽ. അപ്പൊ അതും കൂടി ഞാനിവിടെ പറയുന്നു. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് നോക്കാം. നമ്മൾ പറഞ്ഞത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സിൽ ക്രോണോളജി ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്, ഗ്ലോസറി ഓഫ് എൻവയോൺമെന്റൽ ടേംസ്, ഇത് വരുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഷോർട്ട് നോട്ട്സിൽ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് ആണ്. ഇത് നമ്മൾ പകുതി പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വീഡിയോ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചു. ലാസ്റ്റ് ഭാഗമൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ഇത് തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് തന്നെ പറയുന്നുള്ളത്. ഇതോടുകൂടി ചാപ്റ്റർ അവസാനിക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ്. BAU, business as usual. BCM, billion cubic meter. BAU, business as usual. BCM, billion cubic meter. BTU, British thermal unit. CDM, clean development mechanism. CO, carbon monoxide. CO2, carbon dioxide. CNG, compressor natural gas. CPCB, Central Pollution Control Board. CPHEEO, Central Public Health and Environmental Engineering Organization. CPHEEO, Central Public Health and Environmental Engineering Organization. CSO, Central Statistical Organization. DBA, weighted decibels. DPCS, District Planning Committees. EIA, Environmental Impact Assessment. FAO, Food and Agriculture Organization. GDP, Gross Domestic Productivity. GEDA, Gujarat Energy Development Agency. GJT, Gigajoule per ton. GW, Gigawatt. ICIMOD, International Center for Integrated Mountain Development. ICIMOD, International Center for Integrated Mountain Development. IFPRI, International Food Policy Research Institute. IFPRI, International Food Policy Research Institute. IIPS, International Institute of Population Science. IIPS, International Institute of Population Science. INP, Indian Nutrition Profile. IPCC, Intergovernmental Panel on Climate Change. IPCC, Intergovernmental Panel on Climate Change. IIT, Indian Institute of Technology. KGOE, Kilogram of Oil Equivalent. IUCN, International Union for Conservation of Nature. LUCF, Land Use Change and Forestry. LUCF, Land Use Change and Forestry. MHA, Million Hectares. MNRE, Ministry of New and Renewable Energy. MOA, Ministry of Agriculture. MOEF, Ministry of Environment and Forest. MOPNG, Ministry of Petroleum and Natural Gas. MPCS, Metropolitan Planning Committees. MPN, Most Probable Number. MT, Million Tons. MTPA, Million Tons per annum. MTOE, Million Tons of Oil Equivalent. NAPCC, National Action Plan on Climate Change. NGO, Non-Governmental Organization. NFHS, National Family Health Survey. NSSO, National Sample Survey Organization. NO, Oxides of Nitrogen X. OED, Occupational and Environmental Health. PM, Particulate Matter. RSPM, Respirable Suspended Particulate Matter. SMES, Small and Medium Enterprises.
SO2 sulfur dioxide, SPM suspended particulate matter, TRI the Energy and Resource Institute, ULB urban local bodies, UNDP United Nations Development Program, UNEP United Nations Environment Program, UNESCO United Nations Educational, Scientific and Cultural Organization, UNESCO United Nations Educational, Scientific and Cultural Organization. ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസ് നമ്മൾ പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററോട് അവസാനിക്കാണ്. ഇനി നമുക്ക് പുതിയ ചാപ്റ്ററാണ് പറയാനുള്ളത്. ചാപ്റ്റർ അല്ല, ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമുക്കിനി പറയാനുള്ളത്. നമുക്കിനി അത് നോക്കാം. വൺ ടൈം എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെച്ച് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ടൈമില്ല, നമുക്ക് ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഫസ്റ്റ് ഇത് നമുക്ക് വായിച്ചു പോവാം. ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസിൽ എക്സ്പ്ലനേഷൻ വായിക്കുന്നില്ല. BAU BCM BTU CDM CO CO2 CNG CP CB CPH EEO CSO DBA DPCS EIA FAO GDP GDA GJT GW ICI MOD IFPRI IIPS INP IPCC IIT KGOE IUCN LULUCF MHA MNRE MOA MOEF MOPNG MPCS MPN MT MTPA MTOE NAPCC NGO NFHS NSSO NOOED PM RSPM SMES SO2 SPM TRI ULB UNDP UNEP UNESCO ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോയിന്നുള്ളൂ. ഈ 10 ക്വസ്റ്റ്യൻ ബാങ്ക് 1 ഇത് നമ്മൾ ഇതിന്റെ ബാക്ക് വശത്താണ് ഇതിന്റെ ആൻസർ എടുക്കുന്നത്. ഞാനിപ്പോ ഇത് ടിക്ക് ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് വരെ ടിക്ക് ചെയ്തിട്ടുള്ളൂ, 26 വരെ ടിക്ക് ചെയ്തിട്ടുള്ളൂ, 26 വരെയും. അത് ഇനിയും ചെയ്യാനുണ്ട്. എന്തായാലും അത്രയും വരെ എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു മോഡല്. നമുക്ക് നോക്കാം. 1 നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചു പോകുള്ളൂ കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 in general biodiversity is a fairly evenly spread among all of the major groups of animals and plants. Be accurately understood by most people. C widely documented with nearly all estimated species described by science. D declining in the India and around the world. Answer D declining in the India and around the world. 2 in general the movement toward sustainability is A declining as interest in sustainable environmental policy declines. B still a distant philosophical goal of the environmental movement. C faced with growing opposition from economic interest. D growing with greater interest from government and businesses. Answer D growing with greater interest from government and businesses. 3 in plants ammonium is often converted to nitrate before it can be used by the plant. This process is known as A photosynthesis, B denitrification, C nitrogen fixation, D nitrification. Answer B denitrification. 4 using an organism's natural social characteristics to return a species to part of its negative range is a conservation strategy called A behavior preservation, B community integration, C
C. Social attraction. D. Social investment strategy. Answer C. Social attraction. 5. In Kolkata, major air pollution is caused by A. Fungal spores. Spelling mistake in the B. Algae. C. Hydrocarbons. D. Carbon monoxide. Answer D. Carbon monoxide. 6. A food chain consists of A. Producers, consumers, decomposers. B. Producers, carnivorous, decomposers. C. Primary producer, herbivorous, carnivorous. D. Producers, primary consumers, carnivorous. Answer B. Producers, carnivorous, decomposers. 7. A foundation wishes to promote sustainable agriculture and organic farming. A consultant suggests that the foundation may want to give money to researchers investigating ecological control of pests as the foundation reviews grant proposals. They should give the most money to researchers wanting to learn more about the natural relationship between pests, their hosts, and the general environment. B. The specific nutritional requirements of the desired crops. C. Differences between persistent and non-persistent pesticides previously used in the region. D. Biomagnification of pesticides used to control the pest. A. The natural relationship between pests, their hosts, and the general environment. ഇനി 8 ആണ് പറയുന്നത്. 8. A friend suggests that the use of corn for ethanol production is causing a rise in corn prices that essentially starves children to produce fuel for cars. Wondering if that might really be true, you investigate and learn something that suggests this relationship is not true. You can find out that A. Most of the money saved by using is used by charitable organizations that feed the poor. B. The process of making ethanol also produces antibiotics to help prevent human diseases. C. Although corn prices have risen, the price of other crops have risen more than corn. D. Large amounts of ethanol are needed to make agriculture products that help to raise rice. Answer A. Most of the money saved by using ethanol is used by charitable organizations that feed the poor. 9. A garden is suffering from a quickly growing mold. The most effective treatment for this problem would be the application of A garden is suffering from a quickly growing mold. The most effective treatment for this problem would be the application of an herbicide. B. A fungicide. C. A pesticide. D. A rodenticide. Answer B. A fungicide. 10. A gardener applied heavy doses of the same insecticide to his garden for 2 consecutive years to kill squash bugs. During the 3rd year, the man called in an expert to explain why he had an abundance of new pests that were destroying her garden. The expert explained that the abundant new pests were largely due to his previous use of an insecticide in a phenomenon known as A. Pesticide resistance. B. Secondary pest outbreak. C. Triennial pest emergence. D. Bounce back resurgence. Answer B. Secondary pest outbreak. Answer B. Secondary pest outbreak. 11. A gardener has a large garden and decides this year he will not let the pest get beyond control. At the earliest sign of insect pest,
He applies an organic insecticide and continues to apply it every month throughout the growing season. The next year he decided നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ പോകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി പറയണേ. 11 a gardener has a large garden and decides this year he will not let the pest get burned control. At the earliest sign of insect pest he applies an organic insecticide and continues to apply it every month throughout the growing season. The next year he decides not to use any insecticides, thinking that he must have eliminated the pest with the prior year's treatments. Unfortunately, the pest reappear in numbers greater than he has ever seen before, and his plants are destroyed. Investigating this phenomenon, he learns that he has just experienced a phenomenon known as A. Resurgence, B. Pesticide resistance, C. Natural selection, D. Emergence. Answer A. Resurgence. Answer A. Resurgence. 12. A grasshopper population in a prairie is limited in large part by the number of birds in the region. Following a terrible storm that killed many of the birds, the grasshopper population exhibits exponential growth. This happens because the grasshoppers experienced a new biotic potential with steady environmental resistance, B. a new biotic potential with decreased environmental resistance, C. a steady biotic potential but decreased environmental resistance, D. a decreased biotic potential and decreased environmental resistance. Answer C. a steady biotic potential but decreased environmental resistance. ഇനി നമുക്ക് പറയാനുള്ള 13. A group of frogs in a rainforest represents a population if the frogs A. live in the same region and can potentially reproduce with each other, B. look similar to each other and seem to be well adapted to the same region, C. are preyed upon by the same group of predators and seem to be camouflaged, D. live in the same region and feed on about the same types of food. Answer A. live in the same region and can potentially reproduce with each other. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവായി ക്ഷമിക്കണം. ഒരിക്കൽ കൂടി പറയാണ്. ഇനി 14. A group of individuals of the same species that live and interact with each other in the same geographical area is A. bracket length, A. family, B. population, C. genus, D. kingdom. Answer B. population. 15. A growing cooperative approach to manage larger ecosystems is building on the combined efforts of A. national, state and local government agencies, B. government agencies, environmental groups and private individuals, C. men, women and children, D. governments and private businesses. Answer B. government agencies, environmental groups and private individuals. 16. A hydro turbo generator would be found A. at the hydroelectric dam, B. at a coal-fired power plant, C. inside of a windmill used to generate electricity, D. in a power plant that uses oil for fuel. Answer A. at a hydroelectric dam.
17. A keystone species A has a disproportionately large impact on an ecosystem. B typically reduces overall diversity of an ecosystem. C is typically an herbivore. D is an example of amensalism. Answer A has a disproportionately large impact on an ecosystem. 18. A large oak tree with its abundant leaves glimmering in the sun on an early fall morning represents a heterotrophic producer. B an autotrophic consumer. C a heterotrophic consumer. D an autotrophic producer. Answer D an autotrophic producer. 19. A new store is constructed in place of a farm field, leading to increased runoff into streams that leads to mudslides in the surrounding region. This construction resulted in the loss of ecosystem capital because it A increased erosion in the region, B decreased the amount of crops grown in the region, C increased the number of cars traveling in the region to and from the store, D all of the above. Answer A increased erosion in the region. In 20, a person who is gaining weight but lacking in some vitamins exhibits A malnutrition, B undernourishment, C malnutrition and undernourishment, D malnutrition and overnourishment. Answer D malnutrition and overnourishment. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. 21. A pharmacist asked a mother about a new prescription for an antibiotic. Wanting to be sure that the drug is for the mother, the pharmacist is most likely concerned because antibiotics do not typically work on children. B most types of antibiotics prescribed to an adult will likely kill a child. C a normal dosage for an adult can be toxic to a child. D a normal child dosage may be toxic to an adult. Answer C a normal dosage for an adult can be toxic to a child. 22. A population of catfish in a muddy pond reaches its maximum as the food supplies start to run low. Without any new sources of food, the catfish population remains steady. This population represents start to run low. Without any new sources of food, the catfish population remains steady. This population represents A density dependent logistic growth, B density independent logistic growth, C density dependent exponential growth, D density independent exponential growth. Answer A density dependent logistic growth. 23. A population of frogs in a pond produces many thousands of eggs each spring that hatch out into tadpoles. However, only about 1% of the tadpoles survive to reproduce. This population of frogs is experiencing A low environmental resistance, B low level of recruitment, C unlimited population growth, D exponential growth. Answer B low levels of recruitment. Answer 24. A population that is at equilibrium is A experiencing a slow rate of growth, B staying at about the same size, C slowly losing size because of increases in environmental resistance, D has most likely just lost a key predator. Answer B staying at about the same size. 25. A population would be expected to grow if A emigration increased and deaths and emigration decreased, B emigration and
immigration and emigration increased by the same number of organisms. C. Immigration and death rates stayed the same and immigration decreased. D. Births decreased by 1% and immigration increased by 8%. 25. A population would be expected to grow if A. Immigration increased and deaths and immigration decreased. B. Immigration and immigration increased by the same number of organisms. C. Immigration and death rates stayed the same and immigration decreased. D. Birth decreased by 1% and immigration increased by 8%. Answer A. Immigration increased and deaths and immigration decreased. In 26. A progression of population changes that are tied to the region's industrial development and the economic well-being of its citizens is referred to as A. Demographic transition. B. Geographical range. C. Succession. D. MICS. Answer A. Demographic transition. 26. A progression of population changes that are tied to the region's industrial development and the economic well-being of its citizens is referred to as A. Demographic transition. B. Geographical range. C. Succession. D. MICS. 27. A raccoon spends his week eating raspberries, grain, eggs, and grasshoppers. Raccoons are therefore A. Carnivorous. B. Omnivorous. C. Herbivorous. D. Producers. Answer B. Omnivorous. നമ്മുടെ വേർഡ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ക്ഷമിക്കുക വേർഡ്സ് പറയുന്നതിൽ. 28. ഇത് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയതാണ് ഇതൊക്കെ പിക്ക് ചെയ്താണ്. എന്തായാലും കുറച്ചും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 28. A rural farmer most likely obtains drinking water by drilling a deep well to use A. Gravitational water that has percolated through soil and accumulated as groundwater. B. Gravitational water that is retained by the soil and accumulated just above the water table. C. Capillary water found in surface waters located above the water table. D. Capillary water that has percolated through soil and accumulated below the groundwater. Answer A. Gravitational water that has percolated through soil and accumulated as ground water. 29. A scientist is studying the flow of energy into and out of a rainforest as well as the usage of energy by the organisms that inhabit that area. This study would be at the level of A. bracket N. A. Biosphere. B. Ecosystem. C. Community. D. Population. Answer B. Ecosystem. 30. A single ecosystem will include A. An interactive complex of communities but not the abiotic environment. B. The abiotic environment but not an interactive complex of communities. C. Many species of living organisms and may include humans. D. Either a plant community or an animal community but not both. Answer C. Many species of living organisms and may include humans. 31. A square population in the Punjab region is limited by its eagle predators. The amount of acorns produced annually, nesting sites in the trees, and cold winter temperatures. Which of the following is an abiotic factor limiting this squirrel population? A. The eagles in the region. B. The number of acorns
produced annually. C. The stress of cold winter temperatures. D. The number of available nesting sites. Answer C. The stress of cold winter temperatures. 32. A stable population would remain stable if A. The birth rate increased as the death rate decreased. B. Emigration rates and the death rates increased equally. C. Births and immigration increased by the same number of organisms. D. Births and deaths increased by the same number of organisms. Answer D. Births and deaths increased by the same number of organisms. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ്. 32 വരെയുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 33 വരുന്നുണ്ട്, 34 അങ്ങനെ തന്നെ പോവാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ ഇനി ടോപ്പിക്സ് ആയിട്ട് പറയാനില്ല, അതുകൊണ്ട് നമ്മളിത് വീഡിയോയിൽ കാണിച്ച് ഇത് അടുത്ത വീഡിയോയിൽ പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സും അത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാണ്. ഇതിൻ്റെ ആൻസറൊന്നും ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല, നമ്മൾ പിന്നെ ടിക്ക് ചെയ്യണുള്ളൂ. കാരണം നമ്മൾ ഇത്ര വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 ടൈമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ വീഡിയോസിലൊക്കെ. ഇതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് വരുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള വിഭാഗത്തിൽ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. സ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഈ വീഡിയോയിൽ. അപ്പൊ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം, ഒരു കാരണവശാലും മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. കാരണം കോൺസെൻട്രേഷനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത്. കാരണം സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഡിഫറെന്റ് എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് പ്രാധാന്യം എടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പൊ വീഡിയോയിൽ എന്തെങ്കിലും രീതിയിലുള്ള പോരായ്മകളോ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക, അത്രയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 1 ടൈം എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. ഇതൊരു 2 ടൈം വെച്ചൊക്കെ പറയേണ്ടതായിരുന്നു, ടൈമില്ല. അപ്പൊ അതെല്ലാം കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും പറയുന്നത് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ ഞാൻ പറയണ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സമയമില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും എക്സ്പ്ലനേഷൻ കുറച്ചേക്കുന്നത്. കുറെ കൂടിയും നമുക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിലും നടക്കില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലൊരു CSET എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിനെ എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്, അതുകൂടി ഞാനിവിടെ പറയണം. അപ്പൊ CSETക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുമെന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.